ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി. നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് സർവ്വമായ. ജിയോ ഹോട്ട്സ്റ്റാർ വഴി നിലവിൽ OTT റിലീസ് പൂർണ്ണമാക്കിയ ഈ സിനിമയുടെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ക്ലോസിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഈ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 78 കോടി 1 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 6 കോടി 37, തമിഴ്നാട്ടിൽ 2 കോടി 90, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 80 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടി 85 ലക്ഷം എന്നിങ്ങനെ 90 കോടി 93 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $6.71 മില്യൺ, 60 കോടി 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 151 കോടി 63 ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷനായി സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഈ സിനിമയ്ക്ക് ഷെയറായി 35 കോടി രൂപയും വേൾഡ് വൈഡ് തിയേറ്റർ ഷെയറായി 68 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. സൂപ്പർ മെഗാ ബ്ലോക്ക് ബസ്റ്റർ പട്ടികയിലാണ് സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ബിജു മേനോൻ, ജോജു ജോർജ്, ലെന എന്നിവർ പ്രധാന താരങ്ങളായി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 18 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 5 കോടി 81 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 5 കോടി 83 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഓഡിബിൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 9 കോടി 50 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രകമ്പനം. സാഗർ, സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക, സുകുമാരൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 12 കോടി 31 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 19-ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 12 കോടി 55 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 19 കോടി റേഞ്ചിലുമാണ്. ജയറാം നായകനായ ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആശകൾ 1000. ഈ സിനിമ ഇന്നലെ വരെയുള്ള 11 ദിവസം കൊണ്ട് കേരളത്തിൽ 5 കോടി 64 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 12-ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 20 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 5 കോടി 85 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 8 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ പെണ്ണും പൊറാട്ടും എന്ന സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 41,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 5-ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 10 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 34 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 12-ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2 കോടി 45 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി 20 ലക്ഷം റേഞ്ചിലുമാണ്. ഫെബ്രുവരി 5 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയ മലയാള സിനിമയാണ് ആശാൻ. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ എന്നിവർ പ്രധാന താരങ്ങളായി ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 10 ലക്ഷം നേടിയ ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 8 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 1 കോടി 56 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശത്ത് നിന്ന് ഈ സിനിമ 34,86,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ വരെയുള്ള 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1 കോടി 91 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. മദൻ തിരക്കഥ സംവിധാനം ചെയ്ത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിത്ത് ലവ്. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അഭിഷാന്ത് ജീവന്ത്, അനശ്വര രാജൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 18 കോടി 76 ലക്ഷം രൂപയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടി 67 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 1 കോടി 60, കേരളത്തിൽ നിന്ന് 27 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 16 ലക്ഷം എന്നിങ്ങനെ 23 കോടി 46 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $3,65,000, അതായത് 3 കോടി 29 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 26 കോടി 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ വേൾഡ് വൈഡ് ഷെയറായി 13 കോടി 10 ലക്ഷം ലഭിച്ചിരിക്കുന്ന ഈ സിനിമയുടെ 25 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്ററും ഇന്നലെ പുറത്തു വന്നിരുന്നു. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ചിത്രത്തിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദ്രിമി, നാനാ പട്ടേക്കർ, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാണി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 42 കോടി 91 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 11 കോടി 78 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 54 കോടി 69 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. അഭിരാജ് മിനാബല സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് മർദാനി 3. റാണി മുഖർജി, ജാനകി ബോഡിവാല, മല്ലിക പ്രസാദ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 17 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ കളക്ഷനായി 53 കോടി 10 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് $1.5 മില്യൺ, അതായത് 13 കോടി 65 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 60 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 17 ദിവസം കൊണ്ട് 66 കോടി 75 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്.
ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് രക്കാസ പുരതോൾ. രവി സാരംഗ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജ്ബി ഷെട്ടി, സ്വസ്തിക കൃഷ്ണൻ, ഗോപാൽ ദേശ്പാണ്ഡെ, അർച്ചന കോട്ടികെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ കളക്ഷനായി 3,82 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 4 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് 1,79 ലക്ഷം രൂപയാണ് ഷെയറായി ലഭിച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.